വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു 3 വേരിയേഷൻ സ്റ്റിച്ചുകൾ നോക്കാം. ചെയിൻ സ്റ്റിച്ചിന് ഒരുപാട് വേരിയേഷൻ സ്റ്റിച്ചുകളുണ്ട്. അതിലിപ്പോൾ ഒരു 3 നമുക്കിന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വിബ്ഡ് ചെയിൻ സ്റ്റിച്ചാണ്. വിബ്ഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ സാധാരണ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുക. ഞാൻ ഇവിടുന്ന് കുത്തിയെടുത്തു. ചെയിൻ സ്റ്റിച്ച് നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ബേസിക് ട്യൂട്ടോറിയലിൽ ചെയിൻ സ്റ്റിച്ച് ഉണ്ട്. അതറിയാത്തവർക്ക് ആ വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി. ഇങ്ങനെ കുത്തിയെടുക്കുന്നു. ത്രെഡ് നീഡിനടിയിൽ കൂടെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ അടുത്തത്. ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങേയറ്റം വരെ. ഈ സാധാരണ ചെയിൻ സ്റ്റിച്ചിങ് വരെ തയ്ച്ചു. എന്നിട്ട് ഇനി വേറൊരു ഷെയ്ഡ് ത്രെഡ് എടുക്കുക. എന്നിട്ട് ഈ സ്റ്റാർട്ട് ചെയ്ത ഈ പോയിന്റിൽ തന്നെ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ ഓരോ ചെയിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെറുതെ കോർത്തെടുക്കുക. അടുത്ത ചെയിൻ്റെ ഇടയിൽ കൂടെ ക്ലോത്തിൽ കുത്തരുത്, വെറുതെ ഇങ്ങനെ കോർത്തെടുക്കുന്നതാണ്. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ കോർത്തെടുക്കണം. നമുക്ക് അങ്ങേയറ്റം വരെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇവിടെ എൻഡിലെത്തുമ്പോൾ ഈ പോയിന്റിൽ തന്നെ നീഡിൽ കുത്തി താത്തുക. ഇത്രയേ ഉള്ളൂ ഈ സ്റ്റിച്ച്. നമുക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തൊക്കെ നിൽക്കാനായിട്ട് ബോർഡറൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അടുത്തത് നമുക്ക് കേബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നീഡിൽ ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുത്തു. എന്നിട്ടിനി സാധാരണ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയല്ല, നമ്മളിതുപോലെ ത്രെഡിൽ ഇങ്ങനെ പിടിച്ച് നീഡിൽ ത്രെഡിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചുറ്റുക. എന്നിട്ട് എത്ര ഗ്യാപ്പാണോ വേണ്ടത് അത്രയും അകലത്തിൽ, ചെയിനിന് എത്ര വലിപ്പം വേണോ ആ വലിപ്പത്തിൽ ഇതുപോലെ കുത്തി ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ത്രെഡ് നമ്മൾ സാധാരണ ചെയിൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ നീഡിലിനടിയിൽ കൂടെ വയ്ക്കുക, വലിച്ചെടുക്കുക. വീണ്ടും അടുത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് നീഡിൽ ഇതുപോലെ ത്രെഡ് ഒരു തവണ ചുറ്റുക. എന്നിട്ട് ഇങ്ങനെ കുത്തുന്ന ഗ്യാപ്പ് ഈ 2 ചെയിനുകൾ തമ്മിലുള്ള ഗ്യാപ്പായിരിക്കണം. ഇങ്ങോട്ടെടുക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ചെയിനിൻ്റെ വലിപ്പമാണ്. ത്രെഡ് നീഡിലിനടിയിൽ കൂടെ വെച്ചു, എന്നിട്ട് വലിച്ചെടുക്കുക. ഇങ്ങനെ വരും. ഈ 2 ചെയിനുകൾ തമ്മിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് വന്നിട്ടാണ് അത് വരുന്നത്. വീണ്ടും ഒരു തവണ ചുറ്റി എന്നിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ത്രെഡ് നീഡിലിനടിയിൽ കൂടെ വെച്ചു, ഇങ്ങനെ അകന്നാണ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. ഈ സ്റ്റിച്ചുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ഈ കുത്തിയെടുക്കുന്ന അളവ് കൂട്ടിയും കുറച്ചും അടുപ്പിച്ചും അകത്തിയും ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച്. അത് ഒരേ അകലത്തിലൊക്കെ ചെയ്തെടുത്താൽ, കുത്തിയെടുക്കുന്നതൊക്കെ ഒരുപോലെയായിട്ടൊക്കെ ചെയ്താൽ അത് വളരെ ഭംഗിയുള്ള സ്റ്റിച്ചാണ്. അടുത്തത് നമുക്ക് മാജിക് ചെയിൻ സ്റ്റിച്ച് നോക്കാം. അത് നമ്മൾ സാധാരണ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, 2 ഷെയ്ഡ് ത്രെഡ് നമ്മൾ നീഡിൽ ഇതുപോലെ കോർത്തെടുക്കുക ഒരുമിച്ച്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു വലിയ നീഡിലായതുകൊണ്ട്, അതുപോലെ വീഡിയോയിൽ നന്നായി തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് 6 സ്ട്രാൻഡ്സ് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ടെങ്കിൽ 3 സ്ട്രാൻഡ്സ് വെച്ച് 2 ഷെയ്ഡും എടുത്താൽ മതി. ഓറഞ്ചിൻ്റെ 3ഉം അതുപോലെ ഈ വയലറ്റിൻ്റെ 3ഉം അങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 6 സ്ട്രാൻഡ്സ് വെച്ച് 2 എടുത്തിട്ടുണ്ട്. 2 കൂടെ ഒരുമിച്ച് കോർത്തിട്ട് കെട്ടിട്ട് എടുത്തേക്കാണ്. നീഡിൽ ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ നീഡിൽ കുത്തി എടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് മാത്രം നീഡിലിനടിയിൽ കൂടെ വയ്ക്കും. ഞാനിപ്പോൾ ആദ്യം വയലറ്റാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ മറ്റേ ഷെയ്ഡും കൂടെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്തേക്കണം. അതിവിടെ ലൂസായിട്ടിരിക്കുന്നുണ്ടാവും. അതും കൂടെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. വീണ്ടും സാധാരണ നമ്മൾ ചെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുക. അടുത്ത ചെയിൻ. ഇനി നമുക്ക് ഈ ഷെയ്ഡ് ത്രെഡ് ഇതിനടിയിൽ കൂടെ വയ്ക്കാം. ആദ്യം വയലറ്റ് എടുത്തു, രണ്ടാമത് ഓറഞ്ച് ഷെയ്ഡാണ് നീഡിനടിയിൽ കൂടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത കുത്തിയെടുക്കുക. അടുത്ത ഷെയ്ഡ് നീഡിലിനടിയിൽ കൂടെ വയ്ക്കുക. ഇങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് 2 ഷെയ്ഡുകൾ മാറി മാറി വേണം നീഡിലിനടിയിൽ കൂടെ വെച്ച് വലിച്ചെടുക്കാൻ. ഇങ്ങനെയാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. രണ്ട് ഷെയ്ഡുകളും പിന്നെ മാറി മാറി ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും.
അത് വളരെ ഭംഗിയുള്ളതാണ്. കോൺട്രാസ്റ്റ് കളറ് ത്രെഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ 3 വേരിയേഷൻസാണ് നോക്കിയത്. അടുത്ത വേരിയേഷൻ സ്റ്റിച്ചുകൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്